ഹലോ ഫ്രണ്ട്സ്, എന്താ എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണേ, നിങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വൺ റിയാൽ ഷോപ്പിൽ പോണതാണ് കേട്ടോ. വൺ റിയാൽ ഷോപ്പിൽ പുതിയതായി തുറന്ന ഒരു വൺ റിയാൽ ഷോപ്പുണ്ട്. നമ്മളെ റൂമിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. അത്ര ദൂരെ പോകാനൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ വൺ റിയാൽ ഷോപ്പിൽ പോകണം. പിന്നെ വലിയ അനിയനും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അസീസിയയിലുള്ള ആങ്ങള നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരു ദിവസം നമ്മളെ റൂമിൽ നിന്നിട്ട് അവനെ അസീസിയക്ക് കൊണ്ടുവിടണം. പിന്നെ വേറെ നസീമിലുള്ള ഷിബിലി ഉണ്ട് കേട്ടോ, രണ്ടാമത്തെ ആങ്ങളയുണ്ട്. ഇവന് വലിയവനുണ്ട് പറഞ്ഞപ്പോൾ ഇവനും കൂടെ വന്നതാണ് റൂമിലേക്ക്. ഒരു ദിവസം നിന്ന് പിറ്റേന്ന് അവർ രണ്ടാളെയും കൊണ്ടേക്കാനാണ് കേട്ടോ നമ്മൾ പോണതെന്ന്. പിന്നെ പോണ വയ്ക്കലാണ് ഈ വൺ റിയാൽ ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് വേണം പോവാൻ കേട്ടോ. പിന്നെ ഇത് ഖുറൈഷ് റോട്ടിലുള്ള ഒരു ഷവർമ ഹൗസാണ്. ഇത്രയും ഷവർമക്ക് മാത്രമായിട്ട് ഇത്രയും വലിയൊരു ഷോപ്പ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അപ്പോൾ റിയാദിലുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ, പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാണ് വൺ റിയാൽ ഷോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ ഷവർമ ഹൗസിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ വൺ റിയാലിനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. കുറേ നമ്മൾ പറയില്ല ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോ സംഭവങ്ങളായിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ട ഒരുപാട് ടോയ്സും കാര്യങ്ങളും, അവർക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ളതും വർക്ക് ചെയ്യാനുള്ളതും കളർ ചെയ്യാനുള്ളതും പെയിൻറ്റ് ചെയ്യാനുള്ളതും കളിക്കാനുള്ളതും വരയ്ക്കാനുള്ളതും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഫാൻസി ഐറ്റംസ് കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ബാസ്ക്കറ്റുകളും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ വൺ ഇയർ ഷോപ്പിലുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ വലിയ ആങ്ങള, അസീസിയയിലുള്ള വലിയ ആങ്ങള. അതാണ് രണ്ടാമത്തത്. ഒരു ഇരട്ടകളാണ്, ഇരട്ട കുട്ടികൾ ടിങ്സാണ് കേട്ടോ. ഒരാൾ ഇവിടെ നസീമിൽ ഉണ്ട്, ഷിബിലി. മറ്റേ ആൾ ജിദ്ദയിലാണ്. നമ്മളെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. വീഡിയോയിലൊക്കെ ഇവരെ കാണിക്കലൊക്കെ ഉണ്ട്. ഇവർ കൂടെ ഉണ്ടാകുന്ന ടൈമിൽ അവരെ വീഡിയോയിൽ അവരെ കാണിക്കലുണ്ട് കേട്ടോ. പിന്നെ വൺ റിയാൽ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഏകദേശം ഒരു 23-24 രൂപയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിന് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വർത്തായിട്ട് തോന്നാറുണ്ട്. കാരണം ചെറിയ ചെറിയ പ്ലേറ്റുകളും സ്നാക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന പ്ലേറ്റുകളായാലും ബാസ്ക്കറ്റുകളും ബോളുകളും പിന്നെ അത് നൈഫും സ്പൂണുകൾ കാര്യങ്ങൾ അങ്ങനെ നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ജഗ്ഗുകളൊക്കെ അങ്ങനെ കാണാൻ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഓൾമോസ്റ്റ് കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള അതും സാധനങ്ങൾ കുറേ ഉണ്ട്. പിന്നെ അവർക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കാര്യങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ, നമ്മൾ കുട്ടികൾക്ക് കാര്യങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 1-2 സാധനങ്ങളൊക്കെ ചെറുതെടുത്തു. പിന്നെ ഓരോ വലുതായിട്ടൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ബർത്ത്ഡേക്ക് ആയാലും മാം ടു ബി, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഹൽദി, ഗുലാബി, മെഹന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന കുറേ പിക്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ ഓരോ കളർ തീമുകളും അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അവരെ ഹെയർ ക്ലിപ്സ് ആയാലും ബണ്ണുകൾ, ഹെയർ ക്ലിപ്സ്, കീ ചെയിൻസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേട്ടോ. ഹെയർ പിന്നുകൾ കുറേ ഉണ്ട്. ബോകൾ, ബണ്ണുകൾ, വളകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ ആക്കാൻ പോയത് ഷിബിലിനെ ആക്കാനായിട്ട് പോയത്. അവനവിടെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അവനെ ആക്കാൻ പോയിട്ട് എന്നിട്ടാണ് പിന്നെ നമ്മൾ അസീസിയക്ക് പോയത് കേട്ടോ. അസീസിയയിലെത്തി
അവൻ നാട്ടിൽ നിന്ന് ഇവിടുന്ന് പെട്ടി എനിക്ക് തരാനുള്ളത് തന്നിട്ട് ബാക്കി അവൻ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്ന അവൻ നേരെ എൻ്റെ റൂമിലേക്ക് ഞങ്ങളുടെ അടുത്തേക്കാണ് വരൽ. എന്നിട്ട് പിന്നെ ഒരു ദിവസം അവിടെ നിന്നിട്ടാണ് അവന് ഷോപ്പിലേക്ക് പോകൽ കേട്ടോ. ഷോപ്പിൽ കയറിയാൽ പിന്നെ അവിടുന്ന് ഇറങ്ങാനും കാര്യങ്ങളും അങ്ങനെയൊന്നും നേരം ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ ആ ദിവസം ലാസ്റ്റ് പോകണം അന്നൊരു ലീവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാത്ത ഫുൾ ടൈം വെള്ളിയാഴ്ച ഫ്രൈഡേ വരെ എനിക്ക് ഇതുണ്ട്, ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നേരെ എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം നിന്നിട്ടാണ് പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങൽ കേട്ടോ. അത് ഷിബിലിയും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ടാണ് പിന്നെ അവർ ഡ്യൂട്ടിക്കൊക്കെ ഇറങ്ങൽ കേട്ടോ. അപ്പോൾ രണ്ടാളെ റൂമിലൊക്കെ ആക്കി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.